നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഹൈന്ദവ ഐക്യം. കൃത്യം 10 കൊല്ലം മുൻപ് 2015 വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വച്ചത്. ഇടത് വലത് മുന്നണികൾക്ക് ബദലായി BJP ഗണ്യമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി എണ്ണപ്പെടാൻ തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു അത്. ജാതി വ്യത്യാസങ്ങൾ മറികടക്കുന്ന ഒരു വ്യാപക ഹിന്ദു രാഷ്ട്രീയ ഐക്യ പദ്ധതിയായിരുന്നു ലക്ഷ്യം. BDJS രൂപീകരണത്തിലേക്ക് വരെ ചെന്നെത്തിയ ആ ശ്രമത്തിന്റെ പരിണാമവും പതനവും നമുക്കറിയാം. ആ പ്ലാൻ തകർന്നു തരിപ്പണമായി. പിന്നെയും വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ വന്നു. ശബരിമല സുപ്രീം കോടതി വിധിയും ദാമജപ പ്രക്ഷോഭങ്ങളും അക്രമ സമരങ്ങളും നവോത്ഥാന സംരക്ഷണ സമിതിയും വനിതാ മതിലും അരങ്ങേറി. പ്രളയങ്ങളും മഹാമാരികളും ഈ കേരളം കണ്ടു. തിരഞ്ഞെടുപ്പുകൾ പലതും കടന്നുപോയി. പുതിയ രാഷ്ട്രീയ ശക്തികളും സമ്മർദ്ദ ഗ്രൂപ്പുകളും ഉദയം ചെയ്തു. രാഷ്ട്രീയ പരിസരങ്ങളും സമവാക്യങ്ങളും അടവു നയങ്ങളും സമീപനങ്ങളും മാറി മറിഞ്ഞു. ഇതാ ഇന്നലെ വീണ്ടും ഒരു പ്രഖ്യാപനം. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യത്തിൽ ഒരു തിരുത്തൽ, ഒരൊഴിച്ചുകൂട്ടൽ. ഇനി ഉന്നം നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യമാണ്. കേട്ടപാതി കൈകോർക്കാൻ തയ്യാറെന്ന സന്ദേശം നൽകിയിരിക്കുന്നു NSS. എന്താണ് SNDP ജനറൽ സെക്രട്ടറി ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്? പുതിയ മുദ്രാവാക്യം എവിടെയെല്ലാമാണ് ചെന്നു തറയ്ക്കുന്നത്? അതോ ഉന്നം പിഴയ്ക്കാതിരിക്കാനുള്ള കണ്ണുകെട്ടേറാകുമോ പുതിയ സാമുദായിക രാഷ്ട്രീയ ഐക്യ പദ്ധതി? സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. പരിശോധിക്കാം. നായാടി മുതൽ നസ്രാണി വരെ എന്ന പുതിയ കോയിനേജിൽ വെള്ളാപ്പള്ളി നടേശൻ പൊതിഞ്ഞു വയ്ക്കുന്നത് ഒരു ഒറ്റ അർത്ഥമല്ല, പല പാളികളുള്ള രാഷ്ട്രീയ സന്ദേശങ്ങളാണ്. ഒന്നാമതായി ക്രിസ്ത്യൻ സമൂഹങ്ങളെ കൂടി ഐക്യനിരയുടെ ഭാഗമാക്കാൻ ക്ഷണിക്കുന്നു എന്നതിലൂടെ കൃത്യവും വ്യക്തവുമായ മുസ്ലിം അപരവൽക്കരണം. അത് വ്യംഗ്യവും പരോക്ഷവുമല്ല. തൊട്ടടുത്ത വാചകങ്ങളിൽ അദ്ദേഹം അത് നേരിട്ടു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. UDF ഭരണത്തിൽ സമുദായത്തിന് അർഹമായതൊന്നും തരാതിരുന്നത് ലീഗാണ്. NSSുമായി SNDPയെ തെറ്റിക്കാനുള്ള പണിയെല്ലാം എടുത്തതും ലീഗാണ്. മുസ്ലിം ലീഗിനെയാണ് നേരിട്ടുന്നമിടുന്നത് എങ്കിലും ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ അല്ല മുസ്ലിം സമുദായം. മുസ്ലിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു തുടങ്ങിയ വാചകങ്ങൾ പിന്നാലെ ചേർത്താലും ഉദ്ദേശം മറഞ്ഞു പോകുന്നില്ല. ലക്ഷ്യം വ്യക്തമാണ്. രണ്ടാമതായി നൽകുന്ന സന്ദേശം BJPയോടുള്ള നോ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി പറഞ്ഞ വിദ്വേഷ വർത്തമാനങ്ങളെ പിന്തുണച്ച് BJP സംസ്ഥാന നേതൃത്വത്തിലെ പലരും രംഗത്ത് വന്നിരുന്നു. എന്നാൽ BJPയോട് അടുക്കുന്നു എന്ന ബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് പകരം നസ്രാണി ഐക്യം എന്ന ആഹ്വാനം ഉയർത്തിയതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐക്യമല്ല എന്റെ പദ്ധതി എന്ന സന്ദേശമാണ് വെള്ളാപ്പള്ളി നൽകുന്നത്. നായാടി എന്നെല്ലാം ഒരു പ്രാസത്തിൽ പറയുന്നുവെന്നേയുള്ളൂ. ആദിവാസി, ദളിത്, ബഹുജൻ സമുദായങ്ങളെയൊക്കെ പ്രായോഗികമായി ഐക്യ പദ്ധതിയുടെ അതിരിന് പുറത്തു തന്നെയാണ്. മൂന്നാമതായി നിലവിൽ തന്റെ ഒന്നാം ശത്രുവായി പ്രഖ്യാപിച്ച് അംഗം കുറിച്ചിരിക്കുന്ന VD സതീശനെ വെട്ടുക എന്ന ലക്ഷ്യവും NSSുമായുള്ള ഉപാധിരഹിത സഹകരണത്തിലൂടെ വെള്ളാപ്പള്ളി മുൻനിർത്തുന്നുണ്ട്. ന്യൂനപക്ഷ സമ്മർദ്ദങ്ങൾക്കെതിരായ സാമൂഹിക അവകാശ സംരക്ഷണ ഐക്യം എന്ന NSSന് കൂടി യോജിക്കാവുന്ന ഒരു പാക്കേജിലാണ് ഈ നീക്കം പാക്ക് ചെയ്തിരിക്കുന്നത്. ഹിന്ദു വിഭാഗം ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നത്. ആ ഐക്യത്തിലേക്ക് നസ്രാണികളെ കൂടി ചേർക്കണമെന്ന ആഹ്വാനത്തിലാണ് ലക്ഷ്യത്തിന്റെ അരമൊളിഞ്ഞിരിക്കുന്നത്. പിന്നെ പുറത്താരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെയാണ് കൂട്ടത്തിൽ കൂട്ടാതെ അപ്പുറത്ത് അപരവൽക്കരിച്ച് നിർത്താൻ നോക്കുന്നത് എന്നും വ്യക്തമാണ്. ആ ലക്ഷ്യം കേരളം ഇതേവരെ ആർജിച്ച നവോത്ഥാന ഈടുവയ്പ്പുകളുടെ കടക്കൽ പാളി വീഴുന്ന കോടാലി വീശലുകളാണ്. പല കാരണങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തും വിധം മത സാമുദായിക ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നവോത്ഥാന സാംസ്കാരിക ചരിത്രത്തിൽ ഊറ്റം കൊണ്ടത് മൂടി വച്ചിട്ട് കാര്യമില്ല. വാചകങ്ങൾ അപകടകരമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലമാണ്. നിഷ്കളങ്ക പ്രതികരണങ്ങളിൽ നിന്ന് പോലും പ്രതീതി യാഥാർത്ഥ്യങ്ങൾ നിർമ്മിക്കപ്പെടുന്ന കാലം. അങ്ങനെ ഒരു പരിസരത്തിലേക്ക് ധ്രുവീകരണത്തിന്റെ വിത്തുകൾ ഏറെക്കുറെ പ്രത്യക്ഷമായി തന്നെ വിതച്ചു കൊടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇതല്ല എന്ന് വിശദീകരിച്ച് ഇക്കാര്യത്തിൽ നിന്നും ഒഴിയാൻ കഴിയുന്നതല്ല. ഇത് SNDP ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നതാണ്. മതേതര മനസ്സുകളെ അതിലേറെ അസ്വസ്ഥമാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ സവിശേഷമായ ഒരു രാഷ്ട്രീയ ഘട്ടമൊന്നുമല്ല വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിൽ തുറക്കുന്നത്. SNDP യോഗവും NSSും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിലനിൽക്കുന്ന സ്ഥിരമായ സഖ്യമായി മാറിയിട്ടില്ല. വിദ്യാഭ്യാസ ബില്ലുകൾ, സർക്കാർ നിയമനങ്ങൾ, സംവരണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഇരു സമുദായ സംഘടനകളും ഒരേ ആവശ്യം പങ്കുവച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന രൂപീകരണ കാലം മുതൽ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് കാര്യങ്ങൾ, ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗ നയങ്ങൾ തുടങ്ങിയവയിൽ SNDPയും NSSും ഒരേ ശബ്ദത്തിൽ വിമർശനം നടത്തിയ അവസരങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ചരിത്രപരമായി NSS ഏറെക്കുറെ ഇടതുവിരുദ്ധ നയവും SNDP സാമാന്യേന ഇടതനുകൂല സമീപനവും സ്വീകരിച്ചു പോന്നു എന്നതാണ് പോയകാല ചരിത്രം. ഇരു സംഘടനകളുടെയും സമുദായ ചരിത്രവും സാമൂഹിക പശ്ചാത്തലവും പൂർണ്ണമായും വ്യത്യസ്തവുമാണ്. താൽക്കാലികവും വിഷയ കേന്ദ്രീകൃതവുമായ സഹകരണത്തിനപ്പുറം ആ യോജിപ്പ് നീണ്ടു നിൽക്കാതിരുന്നതിനും കാരണം അതുതന്നെയാണ്. രണ്ടുതരം സാമൂഹിക അനുഭവങ്ങളുള്ള രണ്ട് സംഘടനകൾ പുരോഗമനപരമായ സാമൂഹിക പരിവർത്തനത്തിന് യോജിക്കുന്നുവെങ്കിൽ അത് യാതൊരു സംശയവുമില്ലാതെ സ്വാഗതാർഹമാണ്. സംഘടന കൊണ്ട് ശക്തരാകുവനെന്നാണ് ഗുരുവചനം. എന്നാൽ ഒരു സഹോദര സമുദായം അപരർ എന്ന തോന്നലിലാണ് ആ യോജിപ്പെങ്കിൽ സമൂഹം എന്ന നിലയിൽ നമുക്ക് ആശങ്ക വേണം. തീർച്ചയായും ഇതൊരു കണ്ണുകെട്ടിയേറല്ല. പക്ഷേ ലാൻഡിംഗ് പോയിന്റ് വ്യക്തമല്ലാത്ത ഒരു രാഷ്ട്രീയ ഡ്രോൺ പറത്തുകയാണ് വെള്ളാപ്പള്ളി. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. നാരായണ ഗുരുദേവന്റെ അനുകമ്പാ ദശകത്തിലെ 4 വരികളാണിത്. അതിൽ നമ്മളെല്ലാവരുമുണ്ട്, ആരും അപരരല്ല. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.